റിപ്പോർട്ട് SIT ഫോളോ അപ്പ്. തിരുവനന്തപുരം പള്ളിച്ചലിൽ 7 കുടുംബങ്ങളുടെ ലൈഫ് മിഷൻ വീട് നിർമ്മാണം അലങ്കോലമാക്കിയ മണ്ണ് പാറക്കല്ല് മാഫിയയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചു. പല തവണ പരാതി നൽകിയിട്ടും പോലീസും പഞ്ചായത്ത് അധികൃതരും സഹായിച്ചില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി. വീട് നിർമ്മാണം തുടങ്ങാൻ കഴിയാത്തതിനാൽ ആദ്യ ഗഡുവായ 48,000 രൂപ തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ച് 3 കുടുംബങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, ഇതിപ്പോൾ ആ പാവങ്ങൾ അവരുടെ പരാതി മുന്നോട്ട് വെച്ചിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ലഭിച്ചിരിക്കുന്ന സഹായം മണ്ണ് പാർക്കൽ മാഫിയയ്ക്കാണ്. പോലീസ് ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ശ്രുതി, ഇന്നലെ തിരുവനന്തപുരം പള്ളിച്ചൽ പഞ്ചായത്തിലെ 7 ദരിദ്ര കുടുംബങ്ങളുടെ സങ്കടം നമ്മൾ കണ്ടതാണ്. അതായത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം മണ്ണും വീടും പദ്ധതി പ്രകാരമാണ് ആ 7 കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങാനും വീട് വയ്ക്കാനുമുള്ള പണം അനുവദിച്ച് കിട്ടുന്നത്. അങ്ങനെ 2.25 ലക്ഷം രൂപ വീതം കിട്ടിയത് ഉപയോഗിച്ചാണ് അവർ ഭൂമി വാങ്ങിക്കുന്നത്. അങ്ങനെ ഭൂമി വാങ്ങി ആ ഭൂമി കുറച്ച് കയറ്റത്തിലായിരുന്നു. അത് നിരപ്പാക്കാൻ വേണ്ടിയാണ് വിജയൻ എന്നൊരാളെ കരാർ ഏൽപ്പിക്കുന്നത് തന്നെ അവർ നേരത്തെ താമസിച്ചിരുന്ന വാർഡ് മെമ്പറുടെ ഭർത്താവിൻ്റെ വഴിയാണ് ഈ ഭൂമി വാങ്ങിയതും അതുപോലെ തന്നെ കരാറുകാരനെ ഏൽപ്പിക്കുകയും ചെയ്തത്. ഈ കരാറുകാരൻ അവിടെ എത്തിയതിന് ശേഷം ഭൂമി വ്യാപകമായി കുഴിക്കുകയായിരുന്നു. അങ്ങനെ പാറക്കല്ല് പൊട്ടിച്ചെടുത്ത് പാറക്കല്ല് വലിയ സ്ഫോടനം ഉപയോഗിച്ച് തകർത്ത് ലോറികളിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതുപോലെ ലോഡ് കണക്കിന് മണ്ണും അവിടെ കൊണ്ടുപോയി. ചുരുക്കത്തിൽ ഈ 7 കുടുംബങ്ങൾക്കും അവിടെ വീട് വയ്ക്കാൻ പറ്റാത്ത വിധം വലിയ ക്വാറിക്ക് സമാനമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഈ സമയത്തെല്ലാം പഞ്ചായത്തിലും പോലീസിലും മുഖ്യമന്ത്രിക്കടക്കം ഇവരെല്ലാവരും പരാതി കൊടുക്കുന്നുണ്ട്. ഈ 7 പേരിൽ 4 പേരും ദളിത് കുടുംബങ്ങളാണ്. തിരുവനന്തപുരം പള്ളിച്ചലിലാണ് 7 കുടുംബങ്ങളുടെ ലൈഫ് മിഷൻ വീട് നിർമ്മാണം അലങ്കോലമാക്കിയ മണ്ണ് പാർക്കൽ മാഫിയയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചു എന്നുള്ള വിവരമാണ് TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്.